50% 2 അവർ റെക്കോർഡും ചെയ്യാൻ പറ്റും. എന്താ പെട്ടെന്ന് ഓഫായി പോകണം. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? ഇനി നമുക്ക് കുറേ കവർ ചെയ്യാനുണ്ടല്ലോ. ഓഫാകരുതേ, ചാർജിങ്ങിൽ ഇട്ടണം. വലിയ തണുപ്പുമില്ലല്ലോ, ഇതിനെന്താ ഓഫാവണാവോ? 160 മീറ്റർ. ഇനി ഒരു കിലോമീറ്ററും കൂടെ നടന്ന് നമ്മൾ എത്തിയ സ്ഥലം. 16 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടി ഓഫായിരുന്നതായിരിക്കും. അറ്റ്ലസ് ടാക്സി. മിനിറ്റും കൂടെ കിട്ടിയാൽ മതി. 2:30 അവിടെ എത്തും. ഗൂഗിൾ മാപ്പൊക്കെ ഉള്ളതുകൊണ്ടല്ലോ പുള്ളേ. സന്തോഷ് കുളങ്ങരൊക്കെ പണ്ട് എങ്ങനെയായിരിക്കും കേട്ടില്ലേ? സന്തോഷ് കുളങ്ങരൊക്കെ പണ്ട് എങ്ങനെയായിരിക്കും ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ടാക്സി കുറേ എടുക്കുന്നുണ്ടാവും. ഇന്നത്തെ കാലമൊക്കെ ആണെങ്കിൽ പക്ഷെ സന്തോഷ് കുളങ്ങര റിലീജിയനെ കുറിച്ച് പറഞ്ഞത് അത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. റിലീജിയനൊക്കെ എന്ത് പൊട്ടത്തരാണ്. അതിലും 1300 1400 വർഷമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റിലീജിയനെ പോയിന്റ് ചെയ്തിട്ടാ. ഇവര് കൾച്ചർ കൺട്രിയൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അത് പഠിക്കാതെ വെറുതെ എന്തിനാ പറയണേ? കാരണം കുറേ സയൻറ്റിഫിക് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തൊക്കെ മണ്ടന്മാരായ ആൾക്കാർ എഴുതിയത്. മണ്ടന്മാരൊക്കെ സമുദ്രങ്ങളൊക്കെ അങ്ങനെ പുഴ സമുദ്രം ഇങ്ങനെ വിഭജിക്കാതെ നിൽക്കണൊക്കെ മണ്ടന്മാരായ ആൾക്കാർ എഴുതിയാണല്ലോ. ഒന്നെങ്കിൽ അവർ നമ്മളെ കാട്ടി ബ്രില്യൻ്റാന്ന് മനസ്സിലാക്കണം. ആയിട്ട് വന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ടൈമും കാര്യങ്ങളും ഒരു ഇൻട്രസ്റ്റ് പോകുന്നില്ല. ഓരോരുത്തരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായം കണ്ണിക്ക് നമ്മൾ സ്വാതന്ത്ര്യമല്ലേ? ഒക്കെ ഫ്രഞ്ചാട്ടോ. സ്മോക്കിങ് പറ്റൂല എന്നായിരിക്കും ചുരുക്കം. അത്യാവശ്യം ഈ ആൾക്കാർക്ക് പണ്ട് മുതലേ ഒരു കോമൺ ലാംഗ്വേജ് ഇവിടെയുള്ള നന്നായി അങ്ങനെ സെറ്റ് ചെയ്തുകൂടെ അല്ലേ? കോമൺ ലാംഗ്വേജ് ഓരോ റീജിയൻ രണ്ടും പഠിപ്പിക്കണം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കോമൺ ലാംഗ്വേജ്, പിന്നെ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ നാട്ടിൽ ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്താണ് കുട്ടികൾ അങ്ങനെ ഇംഗ്ലീഷ് ആവശ്യത്തിനുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്. എന്നാലും ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇതൊക്കെ ആയിരിക്കും, അവർ പഠിപ്പിക്കുന്ന രീതി ശരിയല്ലായിട്ടായിരിക്കും. അല്ലെങ്കിൽ കൂടുതലും റീജിയണൽ ലാംഗ്വേജ് സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താ എഴുതിയെന്ന് മനസ്സിലാക്കാം. ഫലസ്തീൻ്റെ ഇതവിടെ അതിൻ്റെ പുറത്ത് എന്തോ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കണേ. From the river to the sea, Palestine will be free. Wow. Palestine ഫസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ നിൽക്കണമെങ്കിൽ നിൽക്കാം, ഒച്ചപ്പാടുണ്ട്. ആ നമ്മളവിടെ നിന്നാൽ മതി. ക്രോസ് ഓക്കെ.
മോൺട്രിയാലിൻ്റെ വേസ്റ്റിൻ്റെ ഇതോ സ്ട്രിപ്പ് പോവാം. ബാക്കിത്തെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്തോണ്ടേ ഇപ്പോഴും ഇവിടൊക്കെ ഒരു ടൂറിസ്റ്റ് ഇതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇതൊന്ന് അറസ്റ്റോ സ്റ്റോപ്പിൻ്റെ ഇതായിരിക്കും. ഫ്രഞ്ച് ഇംഗ്ലീഷുമായി സാമ്യമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിച്ചെടുക്കാൻ എന്നൊക്കെ പറയണേ. ഇങ്ങനെ പറയുന്ന ആൾക്കാർ പഠിച്ചെടുക്കട്ടെ. പഠിച്ചെടുത്തിട്ട് ഇവിടെ ആണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്നല്ലേ. ഒരു ഭാഷയൊക്കെ പഠിച്ചെടുക്കുമ്പോൾ മഞ്ഞ് മഞ്ഞ് ഹായ് പറക്കണ് ചുഴലി കണ്ടില്ലേ, മഞ്ഞ് ചുഴലി. ചുഴലിക്കാറ്റിന് എന്താ പറയാ, ടൊർണാഡോ ആണോ? സ്നോവിൻ സ്റ്റോട്ടോ ഇവിടെ ഇരിക്കാൻ ആൾക്കാർക്കുള്ള സൗകര്യം. അവിടെ അത്ഭുതപ്പെടണം. ഇവിടെ പുല്ല് ഓട്ടോമാറ്റിക് വളരണാണോ അല്ലെങ്കിൽ കുഴിച്ചിടണാണോ എന്നുള്ളതാണ്. മിക്കവാറും ഓട്ടോമാറ്റിക് ആവാനാവാൻ ചാൻസ്. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. കഫേ ആൻഡ് ബാർ. നേരെയല്ല പോണ്ട. കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ ആണല്ലോ. റോഡ് വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ചെറിയ കുഴി വരുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. മൊത്തം പൊളിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടെ മാത്രം വലിയ കുഴി ഉണ്ടാക്കും.